അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ ഇടുകയായിരിക്കും ബെറ്റർ എന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയണ കാര്യം. നമ്മളെപ്പോലെ ഇനി ആർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. കാര്യം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ ഇനി നമ്മൾ പെട്ടെന്നൊരു അക്കോമഡേഷൻ സെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ആരെങ്കിലും ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ കെയർഫുള്ളായിരിക്കുക. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് വേറെ അക്കോമഡേഷൻ തപ്പിയിട്ട് വീഡിയോസ് ഇടും കേട്ടോ. ബൈ. Hi guys, today is my birthday. Tomorrow അല്ല, today. ഹലോ. അങ്ങനെ നമ്മൾ ധ്രുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വാഗമണ്ണാണ് പോകുന്നത്. വാഗമണ്ണ് ഫസ്റ്റ് ഡേ സ്റ്റേക്കേഷൻ എടുത്തേക്കുന്നത് നമ്മൾ ഹോളിഡേ വാഗമണ്ണാണ്. അപ്പോൾ നമ്മൾ രാവിലെ 4:10 ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മഴയൊക്കെ മാറി. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റിലാട്ടോ. കറക്റ്റ് 4 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 4:15 കഴിഞ്ഞു കേട്ടോ. പിന്നെ ഗൂഗിൾ അമ്മച്ചി പറയുന്നത് വെച്ച് നമുക്കൊരു 4.5 മണിക്കൂറത്തെ ജേർണി ഉണ്ട്. പക്ഷെ അതിൽ കൂടാനാണ് ചാൻസ്. കാര്യം ഇപ്പോൾ വന്നിട്ട് വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രിപ്പിനൊക്കെ പോകുന്നവരായിരിക്കാം. അപ്പോൾ ട്രാഫിക്കിൽ പെടാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാനാണ് ഇത്രയും രാവിലെ കുറ്റിയും പറിച്ച് പോകുന്നത് കേട്ടോ. Are you excited? പിന്നെ ധ്രുവ് സ്ലീപ്പ് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ എണീക്കും അല്ലേ ധ്രുവ്? ഓക്കെ, ബൈ ഗൈസ്. ട്രിപ്പിന് പോകേണ്ട എക്സൈറ്റ്മെൻറ്റിലായിരിക്കും കേട്ടോ. ധ്രുവ് രാത്രി 12 മണിയായിട്ടോ ഉറങ്ങാൻ. പിന്നെ എണീറ്റതോ രാവിലെ 2 മണി കഴിഞ്ഞിട്ട് എണീറ്റ്. അപ്പോൾ ഒരു മാക്സിമം 2 മണിക്കൂറൊക്കെ അവ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ നമ്മൾ ട്രാവലിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ഉറങ്ങും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അത് തെറ്റിക്കാതെ തന്നെ MC റോഡ് കയറിയപ്പോൾ തന്നെ അവൻ്റെ ബോധം പോയി കേട്ടോ. പിന്നെ നേരെ അവനെ ബാക്കിൽ അവൻ്റെ കാർ സീറ്റിലിരുത്തി അവൻ സുഖമായിട്ട് ഇറങ്ങി. വാഗമൺ എത്തുന്നത് വരെ ഞങ്ങൾക്ക് ഒരു ശല്യവും തന്നില്ല കേട്ടോ. ഇത് ധ്രുവിൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അവൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ നമ്മുടെ വീട്ടിൽ വെച്ച് പാരൻസും കുറച്ചടുത്ത റിലേറ്റീവ്സുമായിട്ട് വെച്ചുള്ള സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് ബർത്ത്ഡേ നമ്മൾ നേരെ ആലപ്പി പോയി. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഇപ്രാവശ്യം അവൻ കുറച്ചുകൂടെ വലിയ കുട്ടിയല്ല, അപ്പോൾ കുറച്ചുകൂടെ ദൂരെ ഇരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ നമ്മൾ വാഗമൺ വരാമെന്ന് വിചാരിച്ചത്. ഈ ഡിസംബറിൽ വരണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കണ്ട് ട്രാഫിക് കണ്ട് പേടിച്ച് അത് മാറ്റി അവൻ്റെ ബർത്ത്ഡേക്ക് വരാമെന്നുള്ള പ്ലാൻ ഇട്ടു. ട്രിവാൻഡ്രത്തിൽ നിന്ന് കയറിയതിൽ പിന്നെ ഞാൻ ഒരൊറ്റ ഇരിപ്പാണ് കേട്ടോ വാഗമൺ എത്തുന്നത് വരെ. ധ്രുവും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ നമ്മൾ വാഗമൺ ടൗൺ എത്തുന്നതിന് മുമ്പ് നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ വാഗമൺ ടൗണിലേക്ക് പോയത്. നമ്മൾ ടോട്ടലി 3 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. 2 ദിവസം വാഗമണ്ണും 1 ദിവസം തേക്കടിയിൽ. ഫസ്റ്റ് ഡേ നമ്മൾ എടുത്തേക്കുന്നത് ഹോളിഡേ വാഗമൺ എന്ന് പറയുന്ന റിസോർട്ടിലാണ് കേട്ടോ. സെക്കൻഡ് ഡേ നമ്മൾ വാഗമണ്ണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ജീപ്പ് സഫാരിയോ ട്രക്കിങ്ങോ അല്ലെങ്കിൽ സിപ്പ് ലൈനൊക്കെ ചെയ്യണമെന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അവിടുത്തെ എങ്ങനെയാണ് എന്നുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു അക്കോമഡേഷൻ എടുക്കാമെന്നായിരുന്നു സെക്കൻഡ് ഡേ പ്ലാൻ ഇട്ടത്. തേർഡ് ഡേ ഞാൻ ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആണ്. തേക്കടിയിൽ അബാഡ് ഗ്രീൻ ഫോറസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 9:30-10 മണി ആയപ്പോഴത്തേക്ക് തന്നെ നമ്മൾ വാഗമൺ എത്തി. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ കഴിച്ചത്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഫുഡും നല്ല വൃത്തിയുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ച 11 മണിയാണ് നമ്മുടെ റിസോർട്ടിലെ ചെക്ക് ഇൻ ടൈം എന്നാണ്. പക്ഷേ 2 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വന്നതിൽ എന്താണെന്നാലും നമുക്ക് ഏർലി ചെക്കിങ്ങിന് റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഹോളിഡേ വാഗമണിലേക്ക്. യൂഷ്വലി ഈ ഹോട്ടൽസിലൊക്കെ നമുക്ക് ഏർലി ചെക്കിൻ വേണമെങ്കിൽ വിത്തൗട്ട് എക്സ്ട്രാ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ റൂംസ് അവൈലബിൾ ആണെങ്കിൽ അവർ തരും. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗ്ലാംസിൽ ഒരു സ്റ്റേക്കേഷൻ എടുക്കണമെന്ന്. അപ്പോൾ ധ്രുവിൻ്റെ ബർത്ത്ഡേക്ക് ഗ്ലാംസിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ വാഗമണിലും മൂന്നാറിലും ആണ് ഈ ഗ്ലാംസ് ഫേമസ് ആയിട്ട് സംഭവം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ വാഗമണിൽ തന്നെ മൗണ്ടിക്കൽ ഗ്ലാംസ് ആണ് ഫേമസ്. അപ്പോൾ അവിടെ ഞങ്ങളെടുത്ത ഡേറ്റിൽ വന്നിട്ട് വേക്കൻ്റ് ആയിട്ട് ഗ്ലാംസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഹോളിഡേ വാഗമണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഏർലി ചെക്കിൻ ചെയ്തപ്പോഴാണ് എനിക്ക് പിടികിട്ടി അവിടെ ഒരെണ്ണേ ഉള്ളൂ എന്ന് കേട്ടോ. അപ്പോഴേ എനിക്കൊരു വശപ്പശൊക്കെ തോന്നിയായിരുന്നു. കാര്യം ഒരെണ്ണമായിട്ട് അങ്ങനെ വരാൻ ചാൻസസ് ഉണ്ടോ? കാര്യം ഇതിങ്ങനെ മാക്സിമം ഒരു 6-7 എണ്ണമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ വീഡിയോസിലൊക്കെ. അപ്പോൾ എന്താണെന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാതെ വേറൊരു ഇതില്ല. കാര്യം അവിടെ ഉള്ളവർ ചെക്ക് ഔട്ട് ആവാൻ 11 മണിയെടുക്കും. പിന്നെ അവർക്ക് അവിടേക്ക് വൃത്തിയാക്കിയിട്ട് തരുമ്പോൾ എങ്ങനെ പോയാലും ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ കട്ടയ്ക്ക് പോസ്റ്റായി.
അപ്പോൾ എന്തായിരുന്നാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാനും ധ്രുവും കൂടെ ആ പ്രോപ്പർട്ടിക്ക് ഒന്ന് ചുറ്റിക്കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടീ പ്ലാന്റേഷൻ്റെ നടുക്കാണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത്. എസ്പെഷ്യലി ഗ്ലാംസ് വന്നിട്ട് 4 സൈഡും ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. പിന്നെ അവർക്ക് തന്നെ ഈ ജക്കൂസി ഉള്ള റൂംസും ഉണ്ട്, ഇല്ലാതെ ഗാർഡൻ വ്യൂ ഉള്ള നോർമൽ റൂംസും വരുന്നുണ്ട്. പിന്നെ പൂള് വന്നിട്ട് ഭയങ്കര അടിപൊളി വാവ് എന്നുള്ള ഒരു സെറ്റപ്പൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ല. എന്താ പറയുക, ഓൾറെഡി ഞാൻ 4 മണിക്ക് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ റിസോർട്ടിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് വൃത്തികേടാണ് കേട്ടോ. ഉള്ള പ്ലാസ്റ്റിക്കും ചവറും ഒക്കെ വാരിയിട്ട് എന്താ പറയുക, ആ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ആകെ തകർത്ത് കളഞ്ഞൊരു ഫീലാണ്. പക്ഷേ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോസൊക്കെ ഇടുന്നവർ എൻ്റെ അമ്മ ഭയങ്കര ഹൈപ്പിലാണ് ഇടുന്നത്. ആ ഒരു ഇതിലാണ് ഞാനും വന്ന് ഇതിൽ ചാടിയത്. ആക്ച്വലി ഇതിന് 13,000 ആണ് കേട്ടോ ഈ ഗ്ലാംസിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഗ്ലാംസിൻ്റെ മെയിൻ ഡോറിൽ വെള്ളം വീഴാതിരിക്കാൻ അവർ ഷീറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂഷ്വലി വരുന്ന ഗ്ലാംസിനെ പോലെയല്ല, ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലൊക്കെ പോലെ ബാത്റൂം പോലെ കട്ടയൊക്കെ ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ടൈപ്പ് ഒരു ബാത്റൂമൊക്കെ ആട്ടോ കൊടുത്തിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാറ്റ് പോയി. പിന്നെ ഞാൻ കാണുന്ന വീഡിയോസിലും ഒക്കെ അവർ ജിക്കൂസി ഉണ്ട് ഈ ഗ്ലാംസിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ആ ജക്കൂസി ഇടയ്ക്കിടയ്ക്ക് കേടാവുന്നതുകൊണ്ട് എടുത്ത് മാറ്റി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആകെ മൊത്തം പണി കിട്ടിയെന്നുള്ളൊരു ഫീലായി. എന്തായിരുന്നാലും ഒരു 12 മണി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി. ചെക്ക് ഔട്ട് റീഫണ്ടും കിട്ടി, ചെക്ക് ഔട്ടാണ്. കാത്തിരുന്ന് ലാസ്റ്റ് ചെക്ക് ഇൻ ചെയ്തപ്പോഴാണ് കേട്ടോ ഗ്ലാംസിൻ്റെ അവസ്ഥ മനസ്സിലാകുന്നത്. താഴത്തെ ഫ്ലോറിങ്ങിലും സീലിങ്ങും ഒക്കെ പൂപ്പലും പായലും പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. പിന്നെ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ, ഒരു സ്പെയർ ബെഡ് അവിടെ ഇട്ടിട്ടുണ്ട്. അതാണെങ്കിൽ നനഞ്ഞ് അതിൻ്റെ ഒരു വൃത്തികെട്ട സ്മെല്ലായിരുന്നു കേട്ടോ ഗ്ലാംസ് ഫുള്ളുണ്ടായിരുന്നത്. പുറത്ത് കളിക്കാൻ വേണ്ടി ഈ ബൗൺസിങ്ങിന് പോലുള്ള ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ള് കീറിയിരിക്കുക. അപ്പോൾ കുട്ടികളായിട്ട് വരുന്ന നമ്മളെ പോലുള്ളവർക്ക് പിള്ളേരെ പുറത്തിറക്കാൻ പറ്റത്തില്ല, കാരണം അതുവഴി അതങ്ങ് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ഒന്നും തീരുന്നില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഡോറും ബാത്റൂമിൻ്റെ ഡോറും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും 2 പേരുടെയെങ്കിലും മിനിമം ഹെൽപ്പ് വേണം. കാര്യം അത്രയ്ക്ക് അത് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. കൊച്ചിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന ഞങ്ങളുടെ മൂഡ് ആകെ സ്പോയിലായ കേട്ടോ. ഈ 13,000 രൂപ കൊടുത്ത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ സർവീസിന് ഒരു മെയിൽ വെച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഫുൾ റീഫണ്ട് തരാമെന്ന് പറഞ്ഞേ. പക്ഷെ അത് 3 to 5 വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്നാണ് പറഞ്ഞെങ്കിലും ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കേട്ടോ. ഞാൻ അവർക്ക് അയച്ച മെയിലിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കിയോണേ. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ അക്കോമഡേഷൻ എടുത്ത് എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയാൽ മിണ്ടാതിരിക്കാതെ കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ എവിഡൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അവർ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് തരുമേ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദയവ് ചെയ്ത് ഹോളിഡേ വാഗമണ്ണിൽ നിങ്ങൾ ഗ്ലാംസ് എടുക്കരുത്. ആ പൈസയ്ക്കൊന്നുമില്ല ആ സാധനം. വെറുതെ പോയി എന്നെപ്പോലെ ഈ വീഡിയോസൊക്കെ കണ്ട് കുഴി ചാടാതിരിക്കാനാണ് ഞാൻ ഇത്രയും ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 3 മണി കഴിഞ്ഞായിരുന്നു. ധ്രുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നല്ലൊരു ഹോട്ടലോ റിസോർട്ടോ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അടുത്ത ടാസ്ക്. ഒരു 6 മണി കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മൾ അടുത്ത അക്കോമഡേഷനിൽ എത്തിയത്. എന്തായിരുന്നാലും ഭയങ്കര ടയേർഡാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ധ്രുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ബാക്കിയുള്ള അക്കോമഡേഷൻ വിശേഷങ്ങളും ഞാൻ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ പാർട്ട് 2 വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.